പോലീസുകാരനോ ഒരു സ്റ്റേഷനിലെ 3 പോലീസുകാരോ തോന്നിവാസം കാണിച്ചാൽ സ്റ്റേറ്റ് മുഴുവൻ അങ്ങനെയാണ്, മുഴുവൻ പോലീസുകാരും അങ്ങനെയാണെന്ന് പറയുന്നത് ഒരു തരത്തിലും യുക്തിയല്ല. മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ ചങ്ങാതി സെക്ഷൽ പ്രിഡേഷൻ നടത്തി എന്നുള്ളതുകൊണ്ട് കോൺഗ്രസ്സുകാർ മുഴുവൻ പ്രിഡേറ്റേഴ്സ് ആണെന്ന് പറയാൻ പാടില്ല. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല. അതുപോലെ തന്നെയാണിത്. കോൺഗ്രസ്സുകാർ ഉൾപ്പെട്ട ക്രിമിനൽ കേസുകൾ ഉണ്ടായിട്ടുണ്ട്, CPM-കാർ ഉൾപ്പെട്ട ക്രിമിനൽ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മുഴുവൻ കോൺഗ്രസ്സുകാരും നെഗിൽ പൈലിയെ പോലെ കുത്തിക്കൊല്ലുന്നവരാണെന്ന് പറയാൻ പറ്റില്ല. ഇതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. അത് വഴിയേ അറിഞ്ഞോളൂ. മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ മൈക്കൊന്ന് ഹൗളിംഗ് ഇട്ടാൽ മൈക്കിനെതിരെ പോലീസ് ജീപ്പിന് വട്ടം ചാടി വന്നാൽ ഫുട്ബോളിനെതിരെ വരെ കേസെടുക്കാൻ ആർജവം കാണിച്ച പോലീസ് ഉദ്യോഗസ്ഥർ 2 വർഷക്കാലം ഈ ദൃശ്യങ്ങൾ മൂടിവെച്ച് സംരക്ഷിച്ചത് എന്തിന്റെ പേരിലാണെന്ന് പറയണ്ടേ? ഇവിടെ അക്രമികൾക്കെതിരെ നടപടിയെടുത്താൽ ആത്മവീര്യം ചോർന്നു പോകുമെങ്കിൽ അങ്ങനെ ആത്മവീര്യം കാക്കിപ്പാൻഡിൽ ഊർന്നു പോകുന്നവൻ ഒറ്റ ഒരുത്തനും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ വേണ്ടെന്നേ. ഇനി ഒരു കാര്യം കൂടി താങ്കൾ പറയാം. താങ്കൾ മാങ്കൂട്ടത്തിനെ ഇതിലേക്ക് പ്രത്യേകം കൊണ്ടുവന്നു. അത് താങ്കളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആയിരിക്കും. മുൻ ഭാര്യയെ മുട്ടിന് കുനിച്ചു നിർത്തി മുട്ടിനിടിച്ച മുഹമ്മദ് റിയാസിനെ പോലെ എല്ലാവരും സ്ത്രീപീഡകരാണെന്ന് ഞാൻ പറയില്ല. കൊലക്കേസ് പ്രതിയായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ എല്ലാ CPM-കാരും കൊലക്കേസ് പ്രതികളാണെന്ന് ഞാൻ പറയില്ല. ശശിയെ പോലെയും PK ശശിയെ പോലെയും മുഴുവൻ CPM-കാരും പീഡകരാണെന്നും ഞാൻ പറയില്ല. അല്ലാത്ത ആളുകളും എല്ലായിടത്തും ഉണ്ടെന്നേ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അഭിലാഷ ഒരു കാര്യം. ഇവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, മാസം കൃത്യം ശമ്പളം കിട്ടുന്നുണ്ട്. ബോണസായിട്ട് ഇവർക്ക് കിട്ടുന്നത് ഈ സ്റ്റേഷനിൽ വരുന്ന അല്ലെങ്കിൽ അവർ കൈകാര്യം ചെയ്യുന്ന പൗരന്മാരെ തെറി വിളിക്കുവാനും അവരിൽ നിന്ന് കൈക്കൂലി വാങ്ങുവാനും അവരെ ഹീനമായിട്ട് മർദ്ദിക്കുവാനും അവരെ കൊല ചെയ്യുവാനുമുള്ള അവകാശമാണ് ഈ കേരളത്തിലെ 58,000-ഓളം വരുന്ന പോലീസുകാർക്ക് വർഷാവർഷം ബോണസായിട്ട് ഭരണകൂടം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ?